ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഫ്രീ ഫയറിൻ്റെ സർവർ ബഗ്, സർവർ എവിടെയാണ് ഇരിക്കുന്നത്, പുതിയ സർവർ വന്നോ, അതോ സർവറിന് എങ്ങനെയാണ് ഇത്രയും അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്രീ ഫയർ കളിക്കുന്ന സർവറിനകത്ത്, ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദിസ് ഇസ് വാച്ചിങ് ഫോർ മൗണ്ടി സ്റ്റുഡിയോസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ചങ്ക് വച്ചാമാരെ, നമ്മുടെ ഫ്രീ ഫയറിൻ്റെ സർവർ ഇരിക്കുന്നത് നമ്മുടെ മുംബൈയിലുള്ള ഒരു സ്ഥലത്താണ്. മുംബൈയിലുള്ള നിവിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യഥാർത്ഥം പറഞ്ഞാൽ സത്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പുതിയ സർവർ വന്നിട്ടുണ്ട്. നമ്മുടെ മുംബൈയിലാണ് ആ ഒരു സർവർ വന്നത്. നേരത്തെ ഇരുന്നത് ഉത്തരാഖണ്ഡിലായിരുന്നു. ഇപ്പോൾ മുംബൈയിലോട്ട് സർവർ മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു ലീക്ക് റൂമർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് റിയൽ തന്നെയാണ്. ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് ഫ്രീ ഫയറിൻ്റെ പുതിയ സർവർ, നമ്മുടെ ഇന്ത്യൻ സർവർ നമ്മുടെ മുംബൈയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇത് സബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഒരു സർവർ, ഒറിജിനൽ സർവർ വീഡിയോ ഞാൻ ഇതിനകത്തൂടെ ക്ലിപ്പ് കയറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ഒറിജിനൽ സർവർ വീഡിയോ ആണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ സർവർ അല്ല, അത് പകരം ശ്രീലങ്ക സർവറാണ്. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ആ ഒരു സർവറും ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ബാക്കി കാര്യം നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ. അതിൻ്റെ എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ആ ഒരു സർവർ നമ്മുടെ ഉത്തരാഖണ്ഡിൽ നിന്ന് മുംബൈയിലൂടെ മാറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കഥയുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കഥ നമുക്ക് തുറന്നു പറഞ്ഞാൽ, സോ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിലോട്ട് അടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ ഇതല്ല ഇവിടെ ഇഷ്യൂ വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഫ്രീ ഫയർ ഒറ്റയടിക്ക് കളിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന സർവർ എറർ കാരണം ഇവർക്ക് പെട്ടെന്ന് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലത്താണ് ഇവർ ഈ ഒരു സർവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഒന്ന് മുംബൈയിലും ഒന്ന് ഉത്തരാഖണ്ഡിലും. സോ ചിലപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ വർക്കിംഗ് ആണോ എനിക്ക് ഇതുവരെ നിലവരെ അറിയത്തില്ല. ബട്ട് മുംബൈയിലാണ് പുതിയ ഡേറ്റ സർവർ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ഞാൻ ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫ്രീ ഫയറിൻ്റെ അപ്ഡേഷൻസ് വരുന്നത്. സോ അപ്ഡേഷൻസ് വരുന്നതിൻ്റെ കാരണം നമ്മളല്ല, അത് ഒരു കാരണവശാൽ റോബോട്ടിക്സും അല്ല, ഫ്രീ ഫയർ കരീന ഹെഡ് ക്വാർട്ടേഴ്സാണ് അവിടുത്തെ മെയിൻ. സോ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറും ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവർ ചെയ്യുന്നത് ഒരു ഡിസൈൻസ് ചെയ്യുന്നതും അവർ അപ്ലോഡ് ചെയ്യും. ഈ ഒരു അപ്ലോഡ് ഇത് ഏറ്റിട്ട് നമ്മുടെ റോബോട്ടിക് സർവേഴ്സ് ഇത് നമ്മുടെ ഫ്രീ ഫയറിലുണ്ട്. രാത്രി 12 AM. സോ ഇത് ഇൻക്ലൂഡ് ചെയ്യും. ഇതാണ് അവിടുത്തെ സംഭവം അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ OB അപ്ഡേഷൻസ് ഒന്നും നമ്മുടെ ഫ്രീ ഫയർ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല ചെയ്യുന്നത്, അത് റോബോട്ടിക്സ് തന്നെയാണ്. കാരണം ഇവിടെ നേരത്തെ അവരിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ടൈം കൊടുക്കുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. സോ അതിനൊക്കെ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സർവർ ഡേറ്റ ഈ സോഫ് എന്ന് പറഞ്ഞ് പലർക്കും എഴുതി കാണിക്കാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഗെയിം ഒരുപാട് നേരം എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം നിങ്ങൾ കളിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. അതിനൊരു കാരണം എന്ന് പറയുമ്പോൾ സർവറിന് ലിമിറ്റഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിമിറ്റഡ് ടൈം ഒരാളുടെ സർവർ ഒരു ലിമിറ്റഡ് ടൈമിനെ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു 24 മണിക്കൂർ നമുക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫ്രീ ഫയർ. മിനിമം ഒരു ലിമിറ്റഡ് ടൈം എന്ന് പറയുമ്പോൾ 10 hour തന്നെയാണ്. 10 hour 5 hour അതിൽ കൂടുതൽ കളിച്ചാൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും കൊടുത്ത പ്രത്യേകത. പിന്നെ ഉള്ളതാണ് നമ്മുടെ സർവറിൻ്റെ മെയിൻ സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അക്കൗണ്ട് ബാൻ ആയിപ്പോകുന്നത്. ഇവിടെ ഒരു കാരണം വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കാരണം. ഇവിടെ വേറെ സെക്ഷനുണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിന്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ അവർ തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യുന്നത്. അവർ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യുള്ളൂ. അല്ലാതെ ചുമ്മാതെ അവർ അക്കൗണ്ട് ബാൻ ചെയ്യാൻ ചാൻസ് ഭയങ്കര കുറവാണ്. സോ അത് തന്നെ ഞാൻ പറയുന്നത്, ചിലപ്പോൾ അക്കൗണ്ട് ബാൻ ആയാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഈ ഇഷ്യൂ
പേടിക്കേണ്ട, നിങ്ങളുടെ അക്കൗണ്ട് തന്നെ തിരിച്ചവർ തരുന്നതായിരിക്കും. സോ ഒരു 1 month 2 monthിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ രണ്ടാമതുള്ളതാണ് പിന്നെ ഉള്ളതാണ് നമ്മുടെ ഗരീന ഫ്രീ ഫയറിൻ്റെ മെയിൻ ചതിയാണ് ഗൈസ്. നമ്മുടെ അക്കൗണ്ട് വേറൊരാൾ ഹാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് തിരിച്ച് കിട്ടാൻ നമ്മുടെ ഗരീന നമ്മളെ സഹായിക്കില്ല. അതിനൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗരീനയാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കും അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കാം. സോ അവിടെ നിങ്ങൾക്ക് ടിസ്റ്റ് വരുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഐഡി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ 24 മണിക്കൂറും ഫ്രീ ഫയർ കളിക്കരുത്. അങ്ങനെ ഒരു അഡിഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് നിർത്തി വെക്കുന്നത് നല്ലതാണ്. കാരണം ഫ്രീ ഫയർ 24 മണിക്കൂർ കളിക്കുന്നവർ തന്നെയാണ് ഈ ഒരു അക്കൗണ്ട് ബാൻ ആവുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഇവർക്ക് 24 മണിക്കൂർ കളിക്കുമ്പോഴും നിങ്ങളുടെ സിസ്റ്റം ഓൺ ആണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് സ്നൈപ്പിനിങ് അടിച്ച് മാറ്റാം. സോ 24 മണിക്കൂർ നിങ്ങൾ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് പകുതി നേരം കളിക്കുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അവർക്ക് സ്നൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ചെയ്യാൻ മറക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു സർവർ പെട്ടെന്ന് ഹീറ്റ് ആകുമെന്ന് പലർക്കും പേടിയുണ്ട്. സോ അതൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 2-5 ടാങ്കർ ഇതുണ്ട്, വെള്ളം കൂളിംഗ് ഉണ്ട്. സോ ഇത് നമ്മുടെ സർവർ കൂളിംഗ് ചെയ്യാനുള്ള സിസ്റ്റമോ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് വേണ്ടി ഒരു വലിയ സർവറാണ് അവർ നിർത്തിയിരിക്കുന്നത്. സോ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്, കൊല്ലത്തേക്ക് നോക്കുവാണെങ്കിൽ കൊല്ലത്തേക്ക് വേണ്ടി ഒരു പ്രത്യേക സെർവർ, കോഴിക്കോടത്തേക്ക് വേണ്ടി ഒരു പ്രത്യേക സെർവർ, അങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ സബ്സ്ക്രൈബാണ് നമുക്ക് മെയിൻ ലക്ഷ്യം. പിന്നെ നിങ്ങൾക്ക് ഈ സർവറിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിച്ചാൽ മതി. സോ നമ്മളെന്തായാലും ആ ഒരു കമൻറ്റ് റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺ, ബൈ. അപ്പോൾ അടുത്ത സർവർ പാർട്ട് 2 വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മൾ എന്തായാലും മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ. സീ ടുമാറോ. അടുത്ത